ആദ്യം ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് താങ്കളാണ് ഫേസ്ബുക്കിൽ ഇടുകയും ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തത്. അത് പ്രതിഫലം എന്നതുപോലുമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. തനിക്ക് ചെലവായ പൈസ പോലും കിട്ടിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ അദ്ദേഹം ഉദ്ദേശിച്ച യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്ന നിലയിലാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിനകത്തുണ്ടായ ഒരു വിഷയം, ഇത് 30-ാം തീയതിയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവിടെ കുമാരനാശാനെ കുറിച്ച്, കരുണയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. 2 മണിക്കൂർ നേരത്തെ പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. സാഹിത്യ അക്കാദമി ഈ കാലയളവിൽ നടത്തിയ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിൽ ഒന്നാണെന്ന് സദസ്സും പത്രങ്ങളുമെല്ലാം പറഞ്ഞ ഒരു പ്രസംഗമാണത്. പ്രസംഗത്തിന്റെ മെരിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 50 വർഷമായി ആശാനെക്കുറിച്ച് പഠിച്ചതിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയൊരു പ്രസംഗമാണ്. ആശാന്റെ കരുണയെക്കുറിച്ച് അങ്ങനെ ഒരു പ്രസംഗം നടത്തണമെങ്കിൽ അതിന് വലിയ ഹോംവർക്ക് ആവശ്യമാണ്. അത് വളരെ വൃത്തിയായും ഭംഗിയായും ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവിടെ നടത്തിയതിന് ശേഷം വൗച്ചർ ഒപ്പിട്ട് ഒരു കവറും മേടിച്ച് കാറിൽ കയറി എടപ്പള്ളിയിലെത്തുമ്പോൾ ടാക്സിക്കൂലി കൊടുക്കാൻ നേരത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് 2400 രൂപയേ ഉള്ളൂ. 3500 രൂപ ആണ് ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജ് അടക്കം കൂലി വന്നിട്ടുള്ളത് എന്നാണ് ബാലന്റെ പോസ്റ്റുള്ളത്. ഇന്ന് രാവിലെ 8:34 ബാലൻ എന്റെ വാട്സാപ്പിൽ ആ പോസ്റ്റ് ഇടുന്നത്. പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ ബാലനോട് ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുകയും ബാലൻ ശരി എടുത്തോളൂ എന്ന് പറയുകയും ഞാൻ ബാലനെ ഫോൺ വിളിക്കുകയും ചെയ്തു. അപ്പൊ കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം ഇതിന്റെ മുറിപ്പാടിലാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ സംബന്ധിച്ച് അങ്ങനെ കാശിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളൊന്നുമല്ല ബാലേന്ദ്രൻ ചുള്ളിക്കാട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രതിഫലവും വാങ്ങാതെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇഷ്ടംമാതിരി സമയം പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു അപമാനമായി തോന്നുന്നു, ഒരു വില കുറച്ച് കാണലായി തോന്നുന്നു എന്നുള്ളതിന്റെ ഭാഗമാണ് ഈ പ്രതികരണം. അതൊരു വേദനിക്കുന്ന മുറിവിൽ നിന്ന് വരുന്നതാണ്, ഒരു വിങ്ങലാണ്. ആ വിങ്ങല് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കാര്യം. അപ്പൊ അദ്ദേഹം അതിന് സിനിമയിൽ അഭിനയിക്കുന്നു, സീരിയലിൽ അഭിനയിക്കുന്നു, അദ്ദേഹം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊന്നും പറയുന്നതെന്ന് അർത്ഥമില്ല. അത് രണ്ടും രണ്ടാണ്. അങ്ങേര് സീരിയലിൽ അഭിനയിക്കുകയോ സിനിമയിൽ അഭിനയിക്കുകയോ പാട്ടുപാടുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, അദ്ദേഹത്തെ ഏൽപ്പിച്ച പ്രസംഗം വളരെ ഭംഗിയായും വൃത്തിയായും സത്യസന്ധമായും 2 മണിക്കൂർ ആശാന്റെ കരുണാ കാവ്യത്തെക്കുറിച്ച് ആശാന്റെ 100ാം ചരമവാർഷിക സമയത്ത് അതിമനോഹരമായി കേരള സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ളതിന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. തീർച്ചയായും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ അക്കാദമി ചെയർമാൻ പറയുന്നു ക്ലറിക്കൽ രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ്, മാന്യമായ പ്രതിഫലം നൽകും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമായി താങ്കൾ ഇത് കാണുന്നു? ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ? അല്ല, ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഇത് ഒരു സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കുന്നതിനൊരു പ്രിപ്പറേഷനുണ്ട്, അതിന് വലിയ ഹോംവർക്ക് ചെയ്യണം. ഒരു ചെറിയ പ്രസംഗത്തിന് പോലും വലിയ ഹോംവർക്ക് ചെയ്താൽ മാത്രമേ വൃത്തിയായും ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രതിഫലം എന്നുള്ളതിലേക്ക് അല്ല, അതിന്റെ ഒരു സമ്മാനം എന്നുള്ള നിലയിൽ ഇത് കൂട്ടിയാൽ മതി. പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ 67 വയസ്സുള്ള ഒരാള് അദ്ദേഹം KSRTC സ്റ്റാൻഡിൽ തൂങ്ങി അവിടെ തൃശ്ശൂർ ചെല്ലണം, അല്ലെങ്കിൽ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറിൽ പോയിട്ട് അക്കാദമിയിൽ പോയി പ്രസംഗിച്ചിട്ട് അതേ വഴി തിരിച്ചു വരണമെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് 5 പൈസ മേടിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാവ്യ സദസ്സുകളിൽ ഉറക്കെ ഉച്ചത്തിൽ പാടി 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 കേരളത്തിന്റെ പ്രിയപ്പെട്ട കവിയായ ആളാണ്. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല. സച്ചിദാനന്ദൻ ആ പോസ്റ്റ് പിൻവലിച്ചതിന്റെ ആവശ്യം എന്താ? സച്ചിദാനന്ദൻ ഇപ്പോൾ ഇട്ടു എന്ന് പറയുന്ന പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയാണ് ചെയ്തത്. സാഹിത്യ അക്കാദമിയുടെ ക്ലറിക്കൽ പ്രശ്നമാണോ എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മുറിപ്പെട്ടു, അദ്ദേഹം പ്രതികരിച്ചു.
ഒരു കവിയുടെ മനസ്സ് മുറിപ്പെടുമ്പോൾ കവി പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരാൾക്കും ഒരു അവകാശമില്ല. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ശരി. ഇതിനകത്ത് ചിലവർ വിചാരിക്കുന്നത് ഇതെന്തോ ഇടതുപക്ഷ സാക്ഷ്യത്തിനെതിരൊന്നുമല്ല.